നമസ്കാരം, സെബാസ്റ്റ്യനാണ്. കീം 2025 അഡ്മിഷൻ നടപടികളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം പേര് വിളിക്കുന്നുണ്ട്, പല രീതിയിലുള്ള സാഹചര്യത്തിൽ നിന്ന് അവർ സംസാരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്ന ചില കോളുകളാണ് ഇന്നത്തെ വിഷയത്തിന് ആധാരം. ഒന്ന് രണ്ട് പേരൻസും വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. കീമിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നോർമലൈസ്ഡ് സ്കോറും പെർസെൻറ്റേജ് സ്കോറും ഒക്കെ വന്ന സമയത്ത് അത് വളരെ താഴ്ന്നു പോയി. ഈ താഴ്ന്നു പോയ ആ നോർമലൈസ്ഡ് സ്കോറും പെർസെൻറ്റേജ് സ്കോറും പരിശോധിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലായത്, കാരണം അങ്ങനെ പരിശോധിക്കാൻ പറ്റുമല്ലോ, ആൻസർ കീ വന്നിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് റെസ്പോൺസ് ഷീറ്റ് വന്നിട്ടുണ്ട്. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ആൻസർ ചെയ്തതെന്ന് അറിയാം, അതിൽ ശരി ഉത്തരം ഏതാണ്, തെറ്റുത്തരം ഏതാണ് വന്നതെന്നൊക്കെ അറിയാം, നെഗറ്റീവ് എത്ര വന്നു, പോസിറ്റീവ് എത്ര കിട്ടി എന്നൊക്കെ അറിയാമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, കീമിലെ പെർഫോമൻസ് വളരെ കുറവാണ്. ഇതിൽ ചില കുട്ടികളുടെ PCMൻ്റെ മാർക്കും കുറവാണ്. അതാണ് അതിനകത്തെ മറ്റൊരു കാര്യം. ഈ സാഹചര്യത്തിൽ അവർക്കറിയാം അവരുടെ റാങ്ക് ഒരു 35K താഴെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന റാങ്കുമായി ഒരു മികച്ച കോളേജോ കോഴ്സോ എഞ്ചിനീയറിംഗിൽ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇതാണ് അവരുടെ ചോദ്യം. സ്വാഭാവികമായിട്ടും അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ വരും. കാരണം പ്ലാൻ A ആയിരിക്കും മിക്കവാറും എഞ്ചിനീയറിംഗ് പഠനം എന്നുള്ളത്. അത് കീമിൻ്റെ അലോട്ട്മെൻറ്റിലൂടെ താരതമ്യേന വലിയ ഫീസ് ബാധ്യതകളില്ലാതെ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും മിക്കവാറും കീമിൻ്റെ എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കീമിൻ്റെ മാർക്ക് കുറവായതുകൊണ്ടും PCMൻ്റെ മാർക്ക് അത്ര മികച്ചതല്ലാത്തതുകൊണ്ടും അവർക്ക് വരുന്ന റാങ്ക് സ്വാഭാവികമായിട്ടും കുറച്ച് താഴ്ന്ന റാങ്കുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റാങ്കിലുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അത് 40,000 അടുത്ത് പോകുന്ന ചില കുട്ടികളും ഈ വിളിച്ച കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയും ഒരു മികച്ച കോളേജോ മറ്റോ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിലും. ചിലപ്പോൾ 3rd അലോട്ട്മെൻറ്റിൽ കോളേജിൻ്റെ പ്രത്യേകതകളനുസരിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ബ്രാഞ്ചുകളിൽ കിട്ടിയെങ്കിലേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ അവർ എൻജിനീയറിംഗ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഈ വർഷം എൻജിനീയറിംഗ് പഠിക്കണ്ട. അപ്പോൾ പ്ലാൻ B ആയിട്ട് ചിലർ കണ്ടെത്തിയത് റിപ്പീറ്റ് ചെയ്യാം. ഈ റിപ്പീറ്റ് ചെയ്യുന്നവരുടെ കേസ് വ്യത്യസ്തമായി കാണേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ കുറച്ച് പേര് അങ്ങനെ ആലോചിച്ചു, റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് കീമിൻ്റെ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവരുദ്ദേശിക്കുന്ന പോലെ നല്ല കോളേജും കോഴ്സും ഒക്കെയാണ് കിട്ടുന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ അത് എടുക്കണ്ട, നേരെ റിപ്പീറ്റ് ചെയ്യാം. അതാണ് അവരുടെ പ്ലാൻ B. മറ്റ് ചില ആളുകളുണ്ട്, അവരുടെ പ്ലാൻ Bയിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ലീസ്റ്റ് കൺസിഡറേഷനാണ്. അതായത് വേറെ ഒന്നും സെറ്റ് ആയില്ലെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതി. എഞ്ചിനീയറിംഗിൽ നല്ല കോളേജും കോഴ്സും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ എഞ്ചിനീയറിംഗിലേക്ക് എത്താൻ പറ്റുന്ന മറ്റെന്തെങ്കിലും, ഈ തൊഴിൽ മേഖലയിലേക്ക് തന്നെ എത്താൻ പറ്റുന്ന മറ്റെന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് അവരുടെ പ്ലാൻ B. അങ്ങനെ പ്ലാൻ B അന്വേഷിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാമാണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാം. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമിന് +2 അത്യാവശ്യമല്ലെങ്കിലും +2 കഴിഞ്ഞ് ചെയ്യുന്നവർക്കാണ് അത് കൂടുതൽ ആസ്വാദ്യകരമായി ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള യാഥാർത്ഥ്യം. 10th കഴിഞ്ഞ് പോയി പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ് പോയി നല്ല കരിയറിലേക്ക് എത്തിയ ആളുകളുണ്ട്, അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മെജോറിറ്റി കേസിലും +2 കഴിഞ്ഞ് പോളിടെക്നിക് എഞ്ചിനീയറിംഗിലേക്ക് പോയി പിന്നീട് പഠനം നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഞാൻ പല ആളുകളിലും കണ്ടിട്ടുണ്ട്. അത്തരം ആളുകളുടെ പ്ലാൻ Bയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പോളിടെക്നിക് ഡിപ്ലോമ. അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമയിലേക്ക് പോകാനാണെങ്കിൽ നമുക്കറിയാം അതൊരു 3 വർഷത്തെ കോഴ്സാണ്. എന്നാൽ +2 ഉള്ളവർക്ക് 2 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതാണ് ലാറ്ററൽ എൻട്രി സ്കീം. ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. മെയ് 30 വരെയാണ്, 30/5/2025 വരെയാണ്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് പോളിടെക്നിക്കിലേക്കുള്ള 2nd ഇയറിലേക്കുള്ള അഡ്മിഷൻ, ലാറ്ററൽ എൻട്രി സ്കീമിലുള്ള അഡ്മിഷൻ നേടാനായിട്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ പോളിടെക്നിക്കിലേക്കുള്ള 2ാം വർഷത്തെ അഡ്മിഷനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അവരുടെ കാര്യം നമ്മൾ പരിഗണിച്ചാൽ അവർക്ക് വേണ്ട യോഗ്യത +2 50% മാർക്കോടെ പാസ്സായിട്ടുണ്ടാവണം. +2 മാത്രമല്ല, VHSC ആണെങ്കിലും ഇനി KGCയുടെ 2 വർഷത്തെ കോഴ്സാണെങ്കിലും ITI ആണെങ്കിലും ഈ ബെനിഫിറ്റ് കിട്ടും. +2ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ്, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ഉൾപ്പെട്ട രീതിയിൽ പാക്കേജ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് മുൻഗണന എന്ന് മനസ്സിലാക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കൂടാതെ തന്നെ 11 വിഷയങ്ങളുടെ ഒരു കോമ്പിനേഷൻ കൂടി ആ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് അതൊന്ന് നോക്കുക.
ചില കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സുകൾ ഇതിനോടൊപ്പം ചെയ്യേണ്ടി വരും. ഇനി ആരാണ് ഇങ്ങനെ പഠിക്കാൻ മുന്നോട്ട് വരേണ്ട ആൾക്കാർ? അതായത് ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ 2 വർഷം കൊണ്ട് സെക്കൻഡ് ഇയറിൽ നേരിട്ട് പോയി ജോയിൻ ചെയ്ത് പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയാക്കേണ്ട വിദ്യാർത്ഥികൾ, അങ്ങനെ തീരുമാനമെടുക്കേണ്ട വിദ്യാർത്ഥികൾ ആരാണെന്ന് ചോദിച്ചാൽ പഠനം കുറച്ച് അസൗകര്യകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മനോഭാവമുള്ള വിദ്യാർത്ഥികളായിരിക്കണം. +2 കഴിഞ്ഞ് ഡിപ്ലോമയുടെ സെക്കൻഡ് ഇയറിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് അവിടെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ചില കുട്ടികൾക്കുണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങളെ കൃത്യമായി പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ പഠനം വളരെ രസകരമായിരിക്കും. അങ്ങനെ ആസ്വദിച്ച് +2 ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ ഡിപ്ലോമയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക്നിക്കൽ സബ്ജക്റ്റിലേക്ക് പോയി ചേരുകയും ആ പഠനം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത് അവർക്ക് നല്ല ഒരു ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടാവുന്നത്. ഇനി ഇതിനകത്ത് രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് സീറ്റുകൾ കുറവാണ്. സീറ്റുകൾ കുറവാണെന്ന് പറഞ്ഞാൽ സീറ്റുകളുള്ളത് ഗവൺമെൻറ് പോളിടെക്നിക്കുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക്കുകൾ, അതുകൂടാതെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് പോളിടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ LBS, IHRD, കേപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്ന പോളിടെക്നിക്കുകൾ. ഇതുകൂടാതെ സ്വാശ്രയ മേഖല ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങളിലെ പോളിടെക്നിക് കോളേജുകളിലും സീറ്റുകളുണ്ട്. ഏതായാലും ഏതാണ്ടൊരു 2000-നടുത്ത് വരുന്ന സീറ്റുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണുന്നുണ്ട്. ഞാനൊരു ഇമേജ് ഇവിടെ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. പക്ഷേ എടുത്തു ചാടി ഒരു പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ചേരേണ്ടതില്ല. നിങ്ങൾ ചേരാൻ പോകുന്ന കോഴ്സിൻ്റെ സ്വഭാവവും ആ കോഴ്സിൽ പഠിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അത് തന്നെ കൊണ്ട് പറ്റുന്നതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് 2 ഇയർ കൊണ്ട് തീർക്കാവുന്ന ഡിപ്ലോമ പ്രോഗ്രാമിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അഡ്മിഷൻ നേടി പഠിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഡിപ്ലോമ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് 2 തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്ന്, ഡിപ്ലോമ ചെയ്തതിന് ശേഷം ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ബിടെക്കിന് അപ്പിയർ ചെയ്യാൻ, ബിടെക്കിൻ്റെ അഡ്മിഷൻ നേടി പിന്നീട് ബിടെക് പൂർത്തിയാക്കുക, എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കാനുള്ള ഒരു ഉദ്ദേശമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അവർക്ക് അവിടെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സാധാരണത്തിൽ ബിടെക് 4 വർഷത്തെ പ്രോഗ്രാമാണ്, ഡിപ്ലോമ 3 വർഷം. ഇതിൽ +2കാർക്ക് ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമ 2 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അവിടെ 1 വർഷം സേവ് ചെയ്യുന്നുണ്ട്, 2 വർഷം കൊണ്ട് ഡിപ്ലോമയായി. അതേപോലെ തന്നെ ഡിപ്ലോമ നല്ല മാർക്കിൽ പാസ്സായി ലാറ്ററൽ എൻട്രി സ്കീമിനുള്ള എലിജിബിലിറ്റി നേടുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്രോഗ്രാമിനും ഇതേപോലെ 3 ഇയർ കൊണ്ട് 1 വർഷം സേവ് ചെയ്യാൻ പറ്റും. 2ാം വർഷത്തിലെ എഞ്ചിനീയറിംഗിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്ത് പഠനം തുടരാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, 2 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ, ടോട്ടൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ഡിപ്ലോമയുമായി എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റുമായി. അപ്പോൾ കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ കീമിൻ്റെ എക്സാമിനേഷനൊക്കെ എഴുതി റിസൾട്ട് വരുന്നതും കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് പ്രതീക്ഷിച്ച പോലെയല്ല, കുറച്ച് മോശമാണ്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് 1 വർഷം എൻട്രൻസ് കോച്ചിങ് നടത്തിയതിന് ശേഷം കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങി എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ച് 5 വർഷം കൊണ്ട് ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം അതൊരു സൈഡിൽ. മറ്റൊരു സാഹചര്യം ഇപ്പോഴത്തെ +2 ക്വാളിഫിക്കേഷൻ വെച്ച് നിലവിലെഴുതിയ കീം എക്സാമിനേഷനിൻ്റെ സ്കോർ വെച്ച് നല്ല കോളേജും കോഴ്സൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പോളിടെക്നിക്കിലെ ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ 2 വർഷം കൊണ്ട് പോളിടെക്നിക്ക് പാസ്സായി ആ പോളിടെക്നിക് ഡിപ്ലോമയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ എഴുതി എലിജിബിലിറ്റി നേടി എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ നേടി 3 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്രോഗ്രാം, അപ്പോഴും 5 വർഷം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, കൂടുതൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.